അപ്പോസ്തലന്മാർ യേശുവിനോട്, കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഇൻക്രീസ് our faith. കർത്താവ് ചെയ്ത ആ പ്രവൃത്തികളെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യം കൂർന്നു. കർത്താവ് പറയുന്നു, മക്കളെ നിങ്ങൾക്കും അത് ചെയ്യാം. അപ്പൊ അവര് മനസ്സിലാക്കി കർത്താവ് അത് ചെയ്യുന്നത് ദൈവാശ്രയത്തിലും ദൈവത്തിന്റെ വിശ്വാസത്തെ തുറന്നു വിടുന്നത്. അവരത് പഠിച്ചു. അപ്പൊ അവർക്ക് എവിടെയാ പ്രോബ്ലം എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറയാ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് ഇൻക്രീസ് our faith. കർത്താവിന്റെ മറുപടി, കടുമണിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചലിച്ചു തുടങ്ങ. കർത്താവ് പറയാ, നിന്റെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ചലിച്ചു തുടങ്ങണം, നീ അതിനെ ഉപയോഗിച്ചു തുടങ്ങണം. വിശ്വാസം എങ്ങനെയാ വളരുന്നത്? വിശ്വാസം എങ്ങനെയാ പുറപ്പെടുന്നത്? നിന്റെ വിശ്വാസം എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? നിന്റെ വിശ്വാസം എങ്ങനെയാണ് ദൈവപ്രവൃത്തികളെ ഉളവാക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, മിണ്ടാതിരിക്കുമ്പോഴല്ല, ഹൃദയത്തിൽ വിശ്വാസമുണ്ടായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വിശ്വാസം വളരെ സ്പെസിഫിക്കായി നീ എന്താണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഡയറക്റ്റഡായി നീ അതിനെ പറയുമ്പോൾ, നീ അതിനെ തുറന്നു വിടുമ്പോൾ, അസാധ്യതകളിൽ നടക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ അതേ ലെവലിലേക്ക് മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുകയാണ്.